നമുക്കൊപ്പം ചേരുകയാണ്. അദ്ദേഹം കാലാവസ്ഥാ വിദഗ്ധനാണ്. കുസാറ്റിൽ നിന്നാണ് അദ്ദേഹം. ഡോക്ടർ അഭിലാഷ്, അങ്ങയുടെ ലേഖനം കഴിഞ്ഞ ദിവസത്തെ ഞാൻ ശ്രദ്ധയിൽപ്പെട്ടു. അങ്ങ് സൂചിപ്പിക്കുന്നുണ്ട് സംസ്ഥാനം നേരിടുന്ന പ്രതിസന്ധി അതൊരു കാലാവസ്ഥ ആഗോള വ്യതിയാനത്തിന്റെ ഭാഗമാണ്. പക്ഷേ കേരളത്തിൽ നമ്മൾ മുമ്പ് നേരിടാത്ത ഒരു പ്രതിസന്ധിയായത് മാറുന്നു. അതിന് കാരണങ്ങൾ നഗരമേഖലകളിൽ കൂടുതലായി ബാധിക്കുന്നു. ഗ്രാമീണ മേഖലകളിലേക്ക് വരുമ്പോൾ അതിൽ ചെറിയ മാറ്റം ഉണ്ടാകുന്നുണ്ടൊക്കെ അങ്ങ് സൂചിപ്പിക്കുന്നുണ്ട്. ഈ പ്രതിസന്ധി യഥാർത്ഥത്തിൽ എത്ര ദിവസം കൂടി നമുക്ക് നീണ്ടു നിൽക്കും? ഇതിന്റെ ഒരു സാഹചര്യം, ശാസ്ത്രീയ കാരണം അതെങ്ങനെയാണ് ഡോക്ടർ അഭിലാഷ്? അതെ, തീർച്ചയായിട്ടും നമുക്ക് സ്വാഭാവികമായിട്ട് കേരളത്തെ സംബന്ധിച്ച് വേനൽക്കാലം ആരംഭിക്കുന്നത് മാർച്ച് മാസം പകുതിയോടുകൂടിയാണ്. പക്ഷെ ഈ വർഷം അതിൽ നിന്നെല്ലാം വിഭിന്നമായിട്ട് ഫെബ്രുവരി മാസം തൊട്ട് നമുക്ക് സാധാരണ ലഭിക്കുന്ന താപനിലയെക്കാളും ഒരു 3 ഡിഗ്രി 4 ഡിഗ്രി, അതായത് ഫെബ്രുവരി മാസത്തെ താപനില പോലും 35 ഡിഗ്രിക്ക് മുകളിലേക്ക് പോകുന്ന ഒരു അവസ്ഥയിലായിരുന്നു തുടക്കത്തിൽ തന്നെ, ഈ വർഷത്തിന്റെ തുടക്കം തന്നെ. അപ്പം കഴിഞ്ഞ വർഷം ആഗോളതലത്തിൽ തന്നെ ഒരു എല്ലിനോ കണ്ടീഷൻ നിലനിന്നുകൊണ്ട് കഴിഞ്ഞ നൂറ്റാണ്ടിലെ ഏറ്റവും ചൂട് കൂടിയ വർഷമായിട്ടാണ് 2023 കടന്നുപോയത്. അതിന്റെ ഒരു പ്രതിഫലനമാണ് 2024 തുടക്കത്തിലും ലോകത്തിന്റെ പല പ്രദേശത്തും, കേരളത്തിൽ മാത്രമല്ല ആഗോളതലത്തിൽ തന്നെ ലോകത്തിന്റെ പല പ്രദേശത്തും ഈ ചൂട് കൂടുന്നതിനുള്ള ഒരു പ്രധാന കാരണമായിട്ട് സംഭവിച്ചത്. അപ്പം ഈ എല്ലിനോ കണ്ടീഷൻ വരുന്ന അവസരങ്ങളിൽ അതിന് ആഗോളതലത്തിലുള്ള കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഒരു വ്യൂഹമാണ് ഈ പസഫിക്കിൽ ശാന്തസമുദ്രമാണ് ഉണ്ടാകുന്നതെങ്കിലും അതിന് ആഗോളതലത്തിലുള്ള കാലാവസ്ഥാ വ്യൂഹങ്ങളെ അല്ലെങ്കിൽ കാലാവസ്ഥാ സംവിധാനങ്ങളെ മാറ്റിമറിക്കാനുള്ള ഒരു കഴിവുണ്ട്. അപ്പൊ അതിന്റെ പാർട്ടായിട്ട് നമ്മുടെ സതേൺ ഇന്ത്യൻ റീജിയനിൽ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ തെക്ക് ഭാഗത്തും അതുപോലെ തന്നെ അറബിക്കടലും ചേർന്നുള്ള ഭാഗത്ത് ഒരു അതിമർദ്ദ മേഖല ഇതുവഴി ഒരു പെർമനന്റ് ആയിട്ടുള്ള, അതായത് ഒരു വളരെ കാലം നീണ്ടു നിൽക്കുന്ന ഒരു അതിമർദ്ദ മേഖല രൂപം കൊള്ളുകയും ആ അതിമർദ്ദം കൊണ്ടുള്ള വായു സമ്മർദ്ദം കാരണം അവിടെയുള്ള വായുവിന് ചൂട് പിടിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യം ഉണ്ടായി. അത് ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ കേരളത്തോട് ചേർന്ന് കിടക്കുന്ന തെക്ക് കിഴക്കൻ അറബിക്കടലിലെ താപനിലയും ഏകദേശം 1.5 ഡിഗ്രി 2 ഡിഗ്രിയോളം കൂടുതലാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരയിലെ താപനിലയോടെ, പ്രത്യേകിച്ച് രാത്രി കാലമാകുമ്പോഴേക്കും കരയിലെയും കടലിലെയും താപനില ഏകദേശം ഒരേ തരത്തിൽ വരുന്ന തരത്തിലേക്ക് ഈ കടൽക്കാറ്റ് കരക്കാറ്റിനെയൊക്കെ അഫക്ട് ചെയ്യുന്ന രീതിയിൽ അറബിക്കടലിൽ ചൂട് പിടിച്ച് കിടക്കുകയാണ്. അപ്പൊ അറബിക്കടലിൽ ചൂട് പിടിച്ച് കിടക്കുന്നതാണ് യഥാർത്ഥത്തിൽ കേരളത്തിന് കൂടുതൽ ഇമ്പാക്ട് ഉണ്ടാക്കുന്നത്. കാരണം അതുവഴി കൂടുതൽ നീരാവിയും നമ്മുടെ തീരദേശ മേഖലയിലെത്തും. അപ്പൊ നീരാവി കൂടുതലാകുമ്പം ഒരു 37 ഡിഗ്രി സെൽഷ്യസ് താപനിലയെ ഉള്ളെങ്കിലും നീരാവിയുടെ ആ ഒരു ആധിക്യം കാരണം നമ്മുടെ അനുഭവേദ്യമാകുന്ന ഒരു ചൂടിന്റെ അളവെന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് അനുഭവിക്കുന്ന ആ ഒരു ചൂടിന്റെ അളവെന്ന് പറയുന്ന ഒരു 50 ഡിഗ്രിയുടെ അടുക്ക് വരും. അതുകൊണ്ടാണ് നമ്മൾക്ക് കൂടുതലും പാലക്കാടിലുള്ള അതേ എഫക്ട് തന്നെ ഈ പറഞ്ഞ പോലെ ആലപ്പുഴയിലും അതുപോലുള്ള തീരദേശ മേഖലയിലും അനുഭവപ്പെടേണ്ടി വരുന്നത്. അപ്പൊ ഈ ഒരു സിറ്റുവേഷനാണ് ഇപ്പം നിലനിൽക്കുന്നത്. ഇപ്പം പ്രത്യേകിച്ചും ഈ ഫെബ്രുവരി മുതൽ നീണ്ടു നിന്ന ആ ഒരു വേനൽക്കാലമാണ് ഇന്ന് ഈ ഏപ്രിൽ മാസം ആകുമ്പം നമ്മുടെ കേരളത്തെ ഈ ഒരു നിലയിലേക്ക് കൊണ്ടെത്തിച്ചത്. പിന്നീട് നമുക്കറിയാം സൂര്യൻ വടക്കോട്ടുള്ള സൂര്യന്റെ പ്രയാണത്തിനനുസരിച്ച് വടക്കൻ സംസ്ഥാനങ്ങൾ, അല്ലെങ്കിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ താപനില അനുഭവപ്പെടുന്നത് സെൻട്രൽ ഇന്ത്യയിലും അതുപോലെ തന്നെ ഈസ്റ്റേൺ കോസ്റ്റൽ റീജിയൻ, രായലസീമ, തെലങ്കാന, ആന്ധ്ര തുടങ്ങിയ പ്രദേശങ്ങളിലാണ് 44 ഡിഗ്രിക്ക് അടുത്തുള്ള ഒരു ഉഷ്ണതരംഗത്തിന്റെ ഒരു എഫക്ട് അനുഭവപ്പെടുന്നത്. അതിന്റെ പാർട്ടായിട്ടാണ് ഈ പറഞ്ഞ പോലെ അത് കൂടുതലും പാലക്കാടിലേക്കാണ് അതിന്റെ ഇമ്പാക്ട് എത്തുന്നത്. അപ്പം അതിൽ നിന്ന് മറ്റു മേഖലയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പകൽ താപനില ഉയർന്നു നിൽക്കുന്നതോടൊപ്പം തന്നെ രാത്രി താപനിലയും കൂടി നിൽക്കുന്നു എന്നുള്ളതാണ് കേരളത്തെ വിഭിന്നമാകുന്ന മറ്റൊരു സംഗതി എന്ന് പറയുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ പറഞ്ഞ പോലെ അറബിക്കടലിൽ ചൂട് പിടിച്ചു കിടക്കുന്ന ഒരവസ്ഥയാണ്. അപ്പൊ അതുകൊണ്ട് രാത്രിയിലും തണുക്കുന്നില്ല, അതുപോലെ തന്നെ നീരാവി കൂടുതലാണ്. അപ്പൊ ഇങ്ങനെയുള്ള കുറെ ഘടകങ്ങളാണ് ഇപ്പോൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സൂര്യൻ വടക്കോട്ട് സഞ്ചരിക്കുന്നതനുസരിച്ച് ഇതിന്റെ ഒരു ഇമ്പാക്ട് ക്രമേണ കുറഞ്ഞു വരും. എങ്കിൽ പോലും മഴയും മഴമേഘങ്ങളും മാറി നിൽക്കുന്നത് നമ്മൾ അൾട്രാവയലറ്റ് ഇൻഡെക്സ് നമ്മുടെ ഭൂമിയുടെ ഉപരിതലത്തിൽ എത്താനുള്ള സാഹചര്യം കൂടുതൽ ഉണ്ടാക്കും. അതുകൊണ്ടാണ് ഈ പറഞ്ഞ പോലെ എക്സ്പോസ്ഡ് 11 മണിക്കും 3 മണിക്കും ഇടയിലുള്ള സമയത്താണ് ഈ ഇൻഡെക്സ് കൂടി നിൽക്കുന്നത്. അപ്പം ആ അവസരങ്ങളിൽ കൂടുതൽ പുറംപണി എടുക്കുന്ന തൊഴിലാളികളെയും മറ്റുമാണ് ഇത് കൂടുതൽ ബാധിക്കാനുള്ള സാധ്യത. അപ്പം അങ്ങനെ നോക്കുമ്പം ഈ പറഞ്ഞ പോലെ ഈ മരമേഘങ്ങളും മറ്റും മാറി നിൽക്കുന്ന ഒരു അവസ്ഥയും കൂടെ ആകുമ്പം ഇത് ഒരു മെയ് ഒരു ഫസ്റ്റ് വീക്ക് വരെയൊക്കെ വലിയ തോതിലുള്ള മഴയൊന്നും വടക്കൻ കേരളത്തിൽ പ്രത്യേകിച്ചും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ തെക്കൻ കേരളത്തിലെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴ ലഭിക്കുന്ന ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. അപ്പം ഇതിന്റെ ഒരു ഗുരുതരമായ സാഹചര്യം കൂടുതലുള്ളത്
വടക്കൻ കേരളത്തിലാണ്. വടക്കൻ കേരളത്തിൽ ചൂട് മാത്രമല്ല വെള്ളത്തിന്റെയും ഒരു പ്രശ്നം അനുഭവപ്പെടുന്നുണ്ട്. അപ്പം ഈ ഒരു ചൂടിന്റെ ആ ഒരു അവസ്ഥ അടുത്ത ഒരു 3-4 ദിവസം കൂടി എന്തായാലും തുടരുമെന്ന് തന്നെയാണ്, പ്രത്യേകിച്ചും വടക്കൻ കേരളത്തിൽ തുടരുമെന്ന് തന്നെയാണ് നമ്മുടെ ഒരു വിലയിരുത്തൽ. ഓക്കെ, ഡോക്ടർ അഭിലാഷ്, ഒരു കാര്യം കൂടി അങ്ങ് ഈ പറയുന്നുണ്ട്, ഇത് ചൂടിനെ പ്രതിരോധിക്കാൻ ആധുനിക സാങ്കേതിക വിദ്യാ രീതിയിൽ നിന്നും മാറി മറ്റു സാധ്യതകളിലേക്ക് പോകണം, പ്രത്യേകിച്ച് ഈ ആവാസ വ്യവസ്ഥ അടിസ്ഥാനമാക്കിയുള്ള സാധ്യതകൾ തേടണമെന്ന് പറയുന്നു. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ്? നമുക്കറിയാമല്ലോ, നമ്മൾ ഈ പ്രാദേശിക അടിസ്ഥാനത്തിലുള്ള കാലാവസ്ഥയെ നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രാദേശിക അടിസ്ഥാനത്തിലുള്ള വനങ്ങൾ, അതുപോലെ തന്നെ മരങ്ങളുടെ സാന്നിധ്യം. നമ്മൾ പ്രധാനപ്പെട്ട ഒരു വിഷയം കേരളത്തിൽ നമ്മൾ ആരും അധികം ചർച്ച ചെയ്തില്ലെങ്കിൽ പോലും ഇതിന്റെ ഒരു എഫക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ വലിയ തോതിലുള്ള ഒരു നഗരവൽക്കരണം കേരളം മുഴുവൻ നടക്കുന്ന ഒരു അവസ്ഥയാണ്. കാരണം പ്രത്യേകിച്ചും ഒരു റോഡ് പണിയുടെ ഇതിന്റെ റോഡ് പണിയുമായിട്ട് ബന്ധം നമ്മുടെ ഹൈവേ 600 കിലോമീറ്റർ നീളത്തിൽ 50 മീറ്റർ വീതിയിലാണെങ്കിൽ പോലും 10,000 ഹെക്ടറിന് മേളിലുള്ള സ്ഥലമാണ് ഈ പറഞ്ഞ പോലെ നമ്മൾ ഇതിനു വേണ്ടിയൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ മേഖലയിലുള്ള വൃക്ഷങ്ങൾ മൊത്തം വെട്ടി നശിപ്പിച്ചു. അതുപോലെ തന്നെ കുന്നുകളും മലകളും മറ്റും ഇടിച്ചു നിരത്തിക്കൊണ്ടുള്ള പണിയാണ് നടക്കുന്നത്. അപ്പൊ ഇതെല്ലാം പ്രാദേശികമായിട്ട് അനുഭവപ്പെടുന്ന നമ്മൾ അനുഭവിക്കുന്ന ഈ ചൂടിന്റെ ആ ഒരു കാഠിന്യം കൂട്ടുന്ന കുറെ പ്രവർത്തനങ്ങളാണ് ഇപ്പൊ നടന്നുകൊണ്ട്. അപ്പൊ ഒരു നഗരവൽക്കരണം ഒരു സൈഡിൽ നടക്കും, അത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു പ്രവർത്തനമാണ്. പക്ഷെ അതോടൊപ്പം തന്നെ ഇത്തരം ചൂട് കുറയ്ക്കുന്ന ഗ്രീൻ എക്കോസിസ്റ്റം കൂടി നമ്മുടെ പല പല രാജ്യങ്ങളിലും ഈ പറഞ്ഞ പോലെ മിയാവാക്കി വനങ്ങള്, അതുപോലെ തന്നെ നമ്മുടെ താപത്തെ ആഗിരണം ചെയ്യാത്ത തരത്തിലുള്ള നിർമ്മിതികള്, ഇങ്ങനെ നമ്മൾ പലയിടത്തും ഈ കോൺക്രീറ്റ് കെട്ടിടങ്ങളും ഒക്കെ നിൽക്കുന്നതുകൊണ്ടാണ് രാത്രികാലത്തും ഇത് ചൂട് പിടിച്ചു നിർത്തി അവിടെ തന്നെ റിട്ടേൺ ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ പലതരത്തിലുള്ള ആ ഒരു നിർമ്മാണ പ്രവർത്തനത്തിന്റെ രീതിയും എല്ലാം ചൂട് കൂട്ടുന്ന പ്രവർത്തനങ്ങളാണ്. അപ്പൊ അതിനെ പ്രതിരോധിക്കണമെങ്കിൽ ഇത്തരം ഗ്രീൻ ഇൻഫ്രാസ്ട്രക്ചർ അല്ലെങ്കിൽ ഒരു എക്കോസിസ്റ്റം ബേസ്ഡ് ആയിട്ടുള്ള കഴിവതും സ്ഥലങ്ങളിൽ ഈ ഒരു ഗ്രീൻ ഇൻഫ്രാസ്ട്രക്ചർ, അതായത് നേച്ചർ ബേസ്ഡ് ആയിട്ടുള്ള പറഞ്ഞ പോലെ വൃക്ഷങ്ങളും മരങ്ങളും ഒക്കെ അതൊരു സൊല്യൂഷൻ ആണെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഇതൊക്കെ ഉണ്ടെങ്കിൽ ഈ നമ്മൾ അനുഭവിക്കുന്ന ചൂടിന്റെ കാഠിന്യം പ്രാദേശിക അടിസ്ഥാനത്തിൽ കുറെയൊക്കെ കുറയ്ക്കാൻ സാധിക്കും. യെസ്, അതാണ് ഡോക്ടർ അഭിലാഷ് വ്യക്തമാക്കുന്നത്. വളരെ നന്ദി ഞങ്ങളോട് പ്രതികരിച്ചതും ചില നിർദ്ദേശങ്ങൾ പങ്കുവെക്കുകയും. എന്തായാലും സംസ്ഥാനം നേരിടുന്ന അതീവ പ്രതിസന്ധിയിൽ, ഈ താപനില ഉയരുന്ന പ്രതിസന്ധിയിലും നിർബന്ധിതമായി തൊഴിലിടത്ത് പൊതു ഇടത്ത് വെയിൽ കൊണ്ട് ജോലി ചെയ്യേണ്ടി വരുന്നവരുടെ ബുദ്ധിമുട്ടുകളാണ് നമ്മൾ പരിശോധിച്ചത്. അങ്ങേയറ്റത്തെ പ്രതിസന്ധിയാണ് നേരിടുന്നത്. ഒപ്പം തന്നെ സംസ്ഥാനത്തെ വൈദ്യുതി ഉപഭോഗം ഉയരുന്നതുമായി ബന്ധപ്പെട്ട് നിയന്ത്രണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള KSEBിയുടെ വിഷയങ്ങളും നമ്മൾ പരിശോധിച്ചു. വീണ്ടും ഒരു ഇടവേളയാണ്, വേഗത്തിൽ മടങ്ങി വരാം.